ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെച്ച ഒരു മീൻ കറിയാണ്. അതിനിവിടെ എനിക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ആഗോലിവറ്റയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ചിരണ്ടിയ ഒരു മുറി തേങ്ങയാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി എടുക്കാം. ഒരു ഉള്ളി അരിഞ്ഞത്, ചുവന്നുള്ളിയാണ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം നമുക്ക് അരച്ചെടുത്തോണ്ട് വരാവേ. ഒരു ചട്ടി അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ഇടത്തരം മാങ്ങ 2 കണ്ടിച്ചതാണ്, അത് 3 പച്ചമുളക്, ഉള്ളി അരിഞ്ഞത്, ഇത്തിരി കറിവേപ്പില, ഇത്ര ഇട്ട് ഈ അരപ്പൂടെ ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കണേ കൈ കൊണ്ട്. അത് അവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. നമുക്ക് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിട്ട് കൊടുക്കാൻ മറന്നുപോയി, അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മൾ മീൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് തിള വരട്ടെ, അപ്പം നമുക്ക് മീൻ ഇടാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരപ്പ് തിളച്ചൊന്ന് നോക്കാവേ. അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് മീൻ ഇട്ട് കൊടുക്കാവേ. കഴുകി വൃത്തിയാക്കി മീൻ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേ. നമുക്കിനി അത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. ഇത് നോക്കാവേ. ആഹാ, മീൻകറി നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെച്ചിട്ട് കടുക് താളിക്കാം. വെച്ചിട്ടുണ്ട് ചെറുത്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ അവിടെ കിടന്ന് നല്ലോണം ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉലുവായിട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അതവിടെ കിടന്ന് വെക്കട്ടെ. കടുക് തളിച്ച് അതിൻ്റെ പൊക്കത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. കേട്ടോ, അങ്ങനെ മാങ്ങ ഇട്ട മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ട്രൈ ചെയ്ത് നോക്കണേ.